ഇത് ആക്ച്വലി ചെറിയൊരു പണി കിട്ടിയാണ് നമുക്ക് കൊറിയർ വന്നത്. 2 ദിവസത്തേക്ക് നമുക്ക് വെക്കാൻ ഒരു ടാങ്ക് നമുക്ക് വേണം. ഇതിപ്പോൾ ഒരു പരീക്ഷണം പോലെ മേടിച്ചതായിരുന്നു. ഏകദേശം അരമണിക്കൂറിന്റെ കഷ്ടപ്പാട് വെച്ച് നമ്മൾ സെപ്പറേറ്റഡ് ആക്കിയാട്ടോ. അധികം ഒന്നും ഉറക്കെ സംസാരിക്കാൻ നമുക്ക് പറ്റൂല. പന്നിയുടെ ശല്യം ഇപ്പോൾ ഭയങ്കരമാണ്. നിങ്ങൾക്ക് ഒരു അടിപൊളി ഒരു മോൺസ്റ്റർ ഫിഷിനെ കിട്ടുള്ളൂ. ഒന്നല്ല 2 മോൺസ്റ്റർ ഫിഷിനെ കിട്ടുക. ഇതിന്റെ ഒരു കണ്ടിന്യൂറ്റീവ് വീഡിയോ ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. എന്താ പറ്റിയത്, എന്താ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളെ ഇതുവരെ കാണിക്കാത്ത പുതിയ കുറച്ച് ആൾക്കാരെ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കാണിച്ച സസ്പെൻസ് പോവും. എലി നിധി നമ്മുടെ കൂട്ടിന്റെ ഇങ്ങോട്ട് എത്തി കേട്ടോ. നല്ല മഴയാ, ഉച്ച കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. പക്ഷെ നല്ല സൂപ്പർ മഴയാ. അപ്പോൾ വന്നേക്കെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമുക്ക് നമ്മുടെ മോസ്റ്റർ ടാങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കണം. ഒന്ന് പിടിച്ചോ, കുടയും ഇതുമായിട്ട് പിടിക്കാൻ പറ്റുമോ? ഓക്കെ. അയ്യോ, അതിനതെ നമ്മുടെ മോസ്റ്റർ ടാങ്ക് തുറന്നിട്ടു. കഴിഞ്ഞ ദിവസം നമ്മൾ ചെന്ന് ഒരു മോസ്റ്റർ ഫിഷിനെ മേടിച്ചിട്ട് വന്നു. ഒരു സൂപ്പർ സാധനം കേട്ടോ. ഇതുവരേക്കും നമ്മുടെ മോസ്റ്റർ ടാങ്കിലോട്ട് വാങ്ങിക്കാത്ത ഒരാളെ വാങ്ങിച്ച് കൊണ്ടുവന്നു കേട്ടോ. കുറച്ച് എക്സ്പെൻസീവ് ആണ്. എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നോ? പക്ഷേ അവന് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ അത് കാണിക്കത്തില്ല. ഇന്നത്തെ വീഡിയോ കുറച്ചധികം കണ്ടന്റ് ഉണ്ട്. അത് എന്താണെന്ന് ചോദിച്ചാൽ ഒരു കാര്യം ഞാൻ പറയുന്നില്ല, പറഞ്ഞു വെറുതെ ബോറാക്കുന്നില്ല. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് കാണിക്കാനുണ്ട്. അത് പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. പിന്നെ അതിനുശേഷം നമ്മൾ ഗീവ് അവേ അതുകൊണ്ട് അതിനെപ്പറ്റിയും പറയുന്നുണ്ട്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മളെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അധികമൊന്നും നിങ്ങളെ സംസാരിച്ച് വെറുതെ ബോറാക്കുന്നില്ല. നിങ്ങൾ ജസ്റ്റ് പോയി ഒന്ന് കണ്ടിട്ട് പോണ കൂട്ടത്തിൽ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റീവ് വീഡിയോ ആണ് ഇനി വരാൻ വേണ്ടി പോകുന്നത്. അത് ചിലപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ ആയിരിക്കും, അതിൻ്റെ അടുത്ത വീഡിയോ ആയിരിക്കും, പറയാൻ പറ്റില്ല. എഡിറ്റ് ചെയ്ത് തീരുന്ന പോലെ ഇരിക്കുകയാണ്. എഡിറ്റ് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല ഇപ്പോൾ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ കാര്യം നിങ്ങൾ പോയി കണ്ടിട്ട് ആ സമയം കൊണ്ട് നമ്മുടെ മോസ്റ്റർ ടാങ്കിലെ പുതിയതായിട്ടിട്ട മോസ്റ്റർ ഫിഷിനെ അപ്പോൾ കടിച്ച് റെഡിയാക്കിയോ ചത്തോ ജീവിച്ചോ എന്ന് ആരും നോക്കണം. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഈ വീഡിയോയിൽ കാണിക്കത്തില്ല. ഇല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ പുറകെ വരും. ആ ഒരു വിഷ്വലിൽ ഇവനെന്താ പറ്റിയത് അതിനും കൂടി കാണിക്കാം കേട്ടോ. അപ്പോൾ പോയി കണ്ടിട്ട് വാ. അങ്ങനെ ഞാനും നിധിയുമായിട്ട് നമ്മുടെ ഷോപ്പിലോട്ട് എത്തി കേട്ടോ. ഷോപ്പിലോട്ട് എത്തിയെന്ന് വെച്ചാൽ ആക്ച്വലി നമ്മളിന്ന് പോകുന്ന വഴിക്ക് ഷോപ്പിലോട്ട് ഇറങ്ങിയതാണ്. ഫീഡ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് കേട്ടോ. ഫീഡ് എടുക്കാൻ വേണ്ടി ഇറങ്ങിയപ്പോൾ നമ്മൾ ഇമ്പോർട്ടഡ് ഒരു ഫിഷിനെ എനിക്ക് കിട്ടിയ കേട്ടോ. ഞാൻ വിചാരിച്ച അവനും കൂടി എടുത്തിട്ട് പോകുന്നത്. സൈസ് കുഞ്ഞാണ്, നമ്മൾ കുറച്ച് കെയർ ചെയ്ത് വളർത്തണം. പക്ഷേ സെറ്റായി കിട്ടിയാൽ നിങ്ങൾക്കൊരു അടിപൊളി ഒരു മോൺസ്റ്റർ ഫിഷിനെ കിട്ടുള്ളൂ. ഒന്നല്ല 2 മോൺസ്റ്റർ ഫിഷിനെ കിട്ടും കേട്ടോ. അപ്പോൾ നിധിക്കാണ് ആക്ച്വലി ആളെ ഇഷ്ടപ്പെട്ടത്. നിധിക്ക് ഇഷ്ടപ്പെട്ടോ ആളെ? നിധിക്ക് ഇഷ്ടപ്പെട്ടത് കൊണ്ടാണ് കേട്ടോ ഞാൻ എടുക്കാമെന്ന് വിചാരിച്ചത്. ആ ടാങ്കിൽ ആൾ കിടപ്പുണ്ട്. ആ ആളെ കാണിച്ച് തരുന്നതിന് മുന്നേ ഞാൻ ഇത് ജസ്റ്റ് റഫായിട്ട് ആൾക്കാരെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. പാക്കൂസ് വന്നിട്ടുണ്ട് കേട്ടോ, കുഴപ്പമില്ലാത്തൊരു സൈസാണ്. ഇവിടെ നമ്മളെ ഏഞ്ചൽസ് കിടപ്പുണ്ട്, അരോണ കിടപ്പുണ്ട്, ഓസ്കാറാണ് കേട്ടോ. ആ കോഴിക്കാർപ്പ് കൊള്ളാം, നമ്മളില്ലാത്തൊരു സ്ട്രെയിനാണ്. ഈ വെയിൽറ്റൈൽ ഇതേപോലെ നമ്മളെ കയ്യിൽ കിടക്കുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ. സെവറം, സെവറം നൈസ് കേട്ടോ. ഇതൊക്കെ അടിപൊളി. നിയോൺ ഗൗര നമ്മൾ എടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് നമുക്ക് സർവൈവ് ആയി കിട്ടിയില്ല കേട്ടോ ഇവനെ. റെഡ് ടെയിൽ അല്ലേ? ശരിയാട്ടോ, അതെ റെഡ് ടെയിൽ കേട്ടോ. അതിന് കുറച്ച് റെഡ് ടെയിൽ കയറി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്താ എടുക്കാൻ വേണ്ടി വന്നത് കാണിക്കണ്ടേ? യെസ്, ബാ കാണിച്ചു തരാം. ആൾ കുഞ്ഞാണ്, പക്ഷേ എമൗണ്ട് കൂടുതലാണ്. പക്ഷേ ഔട്ട് കിടിലമായിരിക്കും. ഇത് വന്നിട്ട് നമ്മളെ ഇമ്പോർട്ടഡ് ഓസ്കാറാണ് കേട്ടോ. ഈ കിടക്കുന്നതെല്ലാം നോർമലല്ല, എല്ലാം ഇമ്പോർട്ടഡ് ആണ്. ഓരോന്നായിട്ട് കാണിച്ചു തരാം. ഇതിൻ്റെ പേരൊന്നും എനിക്കറിയത്തില്ല, നിങ്ങൾ തന്നെ കാണുക കേട്ടോ. ഒന്ന്, രണ്ടാമത്തെ, മൂന്നാമത്തെ, 4. ഇവനെ കണ്ടോ? ഇവൻ്റെ സ്ട്രെയിൻ കണ്ടോ? അടിപൊളിയല്ലേ. അവിടെ ഒരുത്തൻ കിടപ്പുണ്ട്. അവനാണ് കേട്ടോ നിധിക്ക് ഇഷ്ടപ്പെട്ടത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ, ഒന്നും നമ്മൾ ഇവിടെ ഉള്ളതല്ല. എനിക്കിഷ്ടപ്പെട്ടത് ഇവനെ ഇഷ്ടപ്പെട്ടു. അതെ, ഇത് രണ്ടുമാണ് നിധിക്ക് ഇഷ്ടപ്പെട്ട കേട്ടോ. അപ്പം നിധിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു അങ്ങനെ എടുത്തേക്കാം. ബാക്കിയുള്ളതൊക്കെ എനിക്ക് ഓക്കെ ആണ്. പക്ഷേ ഇവന്മാർ 2 ഫോണിൽ കാണും പോലെയല്ല കേട്ടോ, നല്ല കളറാണ്. ഇവന്മാരൊക്കെ വലുതായി വന്നാലേ നിങ്ങൾക്ക് അടിപൊളിയായിട്ടൊരു വിഷ്വൽ കാണാൻ പറ്റും. നമ്മൾ മോൺസ്റ്റർ ടാങ്കിലോട്ട് ഇടാൻ പറ്റും. കുറച്ച് റിസ്ക് ആണ് ഇവന്മാരെ വളർത്തുന്നത്, പക്ഷേ വളർത്തിയെടുത്താൽ സൂപ്പറായിരിക്കും. ഓക്കെ, നമ്മൾ ട്രിവാൻഡ്രത്തൊന്നും ഇങ്ങനത്തെ ഒരു കളർ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും ഇവനെ പാക്ക് ചെയ്യാം. നമ്മൾ ഫീഡ് എടുക്കാൻ വേണ്ടി വന്ന ഞാനാണ് ഇപ്പോൾ അവന്മാരെ എടുത്തുകൊണ്ട് പോകുന്നത്. കുറച്ച് എക്സ്പെൻസീവ് ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി കെയർ ചെയ്ത് വളർത്തേണ്ടി വരും. പക്ഷേ വലുതായി വന്നാൽ സൂപ്പറായിരിക്കും. ഒരു 6-7 മാസം എന്തായാലും എനിക്ക് റിസ്ക് ആണത്.
അപ്പോൾ നോക്കാം, നമുക്കിപ്പോൾ വീട്ടിൽ പോയി എങ്ങനെയാണ് എന്തൊക്കെയാണ് സെറ്റപ്പ് ചെയ്യണമെന്നൊക്കെ ഒന്ന് ആലോചിച്ച് സെറ്റപ്പ് ചെയ്യണം. ഓക്കെ, അതോടൊപ്പം തന്നെ അതെ അവന്മാർക്ക് കൊടുക്കുന്ന ഫീഡ് ഏതാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇതാണ് അവന്മാർക്ക് കൊടുക്കുന്ന ഫീഡ്. കണ്ണി പോലും കാണാൻ കിട്ടുന്നില്ല. ഇവരെയൊക്കെ ഒന്ന് ആരാ ആരാ അയ്യോ അത് ഞാൻ കണ്ടില്ല കേട്ടോ. അത് കറുപ്പായതുകൊണ്ട് അതിൻ്റെ അടിയിലിരുന്നുകൊണ്ട് അറിയാൻ പോലും പറ്റിയില്ല ആളെ. അപ്പോൾ ഇവരെല്ലാവരെയും പാക്ക് ചെയ്തിട്ട് നമുക്ക് വീടെത്തിയിട്ട് കാണാം. പർച്ചേസ് ചെയ്ത് നമ്മുടെ വീട്ടിലോട്ട് എത്തി കേട്ടോ. വീട്ടിലോട്ട് എത്തി ഒന്ന് ഫ്രഷായി നമ്മൾ കൂടുതലോട്ട് പോവുകയാണ് കേട്ടോ. ഹാലജൻ സെറ്റ് ചെയ്തുകൊണ്ട് ഇപ്പോൾ നല്ല വെട്ടമുണ്ട്. ബാ, പന്നിയുടെ ശല്യം ഇപ്പോൾ ഭയങ്കരമാണേ. അധികം ഒന്നും ഉറക്കെ സംസാരിക്കാൻ നമുക്ക് പറ്റൂല, കാരണം എല്ലാവരും ഉറങ്ങുന്ന ടൈമായി. നമ്മളൊരു ടാങ്ക് കൊണ്ടുവന്ന് ഇവിടെ വെച്ച് കേട്ടോ. തൽക്കാലത്തേക്കാണേ, അധികം ടൈമൊന്നും എടുക്കുക, കാരണം 2 ദിവസത്തേക്ക് നമുക്ക് വെക്കാൻ ഒരു ടാങ്ക് നമുക്ക് വേണം. സമയം വന്നിട്ട് 1:45 കേട്ടോ. പയ്യെ സംസാരിക്കാൻ പറ്റുള്ളൂ, കാരണം നമ്മൾ ഇവിടെ നിന്ന് സംസാരിച്ചാൽ നമ്മളെ വീട് ഏറ്റവും ടോപ്പിലാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പോൾ സൗണ്ട് അങ്ങ് താഴെ വരെ കേൾക്കും. അതുകൊണ്ട് പയ്യെ സംസാരിക്കാൻ പറ്റുള്ളൂ. നമ്മൾ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണ് കേട്ടോ. കൂട്ടിൽ എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ കാണും. നമ്മൾ കയറുന്നത് രാത്രിയാണ്, കാരണം ചൂട് കുറവുള്ളത് രാത്രിയൊക്കെയാണല്ലോ. പിന്നെ ഫ്രീ ആയിട്ട് നിന്ന് ചെയ്യാം, നമുക്ക് രാവിലെ വീഡിയോ എടുക്കാം, പരിപാടികളിലൊക്കെ നടക്കും. അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നത്, നമ്മൾ യൂട്യൂബ് ചാനലിൽ കൊണ്ടുപോകുന്നത്. അപ്പോൾ വീഡിയോ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിനൊക്കെ നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് അയച്ചു കൊടുക്കാം. വെള്ളം ഇവിടെ വെച്ച് കളയാം. ഫീഡ് മൊത്തം നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇറക്കി കൊടുക്കുക കേട്ടോ. ഓക്കെ, ഇതിനകത്ത് നേരത്തെ നമ്മൾ ഫിഷസ് ഉണ്ടായിരുന്നു. അതാരെന്ന് വെച്ചാൽ നമ്മൾ വലയിട്ട് കുറച്ച് ഫിഷസിനെ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഫീഡ് ഇല്ലാണ്ട് വന്ന സമയത്ത് ഉറക്കം വന്നിട്ടാണെങ്കിൽ നമുക്ക് നിൽക്കാൻ വയ്യ. രാവിലെ മുതൽ തുടങ്ങിയതാണ്. രാവിലെ നമ്മൾ ഏകദേശം ഒരു നല്ലൊരു അടിപൊളി വീഡിയോ, ഒരു പർച്ചേസ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ നിങ്ങൾ ഓൾറെഡി കണ്ടു കാണും കേട്ടോ. അതായത് നമ്മൾ ആ ടാങ്കിലോട്ട് നമ്മൾ ഗൗരയെ മേടിച്ചത്. അപ്പോൾ അന്നത്തെ ദിവസം തന്നെ കേട്ടോ ഇതും ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് പ്ലാനിങ് അല്ല. ഓക്കെ, ഇപ്പോൾ സെറ്റായ കേട്ടോ. ഇവിടെയും എയർ ഇട്ട് കൊടുത്തു, അവിടെയും എയർ ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ ഒരു ഓക്കെയാണ്. നമുക്കിനി കാര്യം അടുത്ത നമ്മളെ മെയിൻ ആൾക്കാരെ അവർക്ക് തിന്നാനുള്ള ഫീഡാണ് നമ്മുടെ സീബ്രാസ് ആണ്. 100 എണ്ണം ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുമോ? നമുക്ക് ചോർച്ചയൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തി കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമ്മളെ ഫീഡ് ഇറക്കി കൊടുത്ത കേട്ടോ. ഓക്കേ, ഇതിന് ഞാൻ കയ്യിൽ പിടിച്ച് കാണിച്ചു തരാം. ഇത് നമ്മളെ റെഡ് കേട്ടോ. നല്ല രസമാണ് ഇതിനെ കാണാൻ വേണ്ടിയിട്ട്. അടിപൊളി, ഇതേ കണ്ട. അപ്പോൾ ഇവനെ താഴത്തേക്ക് അങ്ങ് വിടാം. താഴത്തേക്ക് കാണിച്ചാൽ മതി. അപ്പോൾ അവനെ അങ്ങ് ഇറക്കി വിട്ടു. ഓക്കേ, വാവ്, നൈസ് കേട്ടോ. നമുക്ക് അടുത്ത ആളെ പിടിക്കാം. ആക്ച്വലി ഇവൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ലെമൺ കളറാണ്. അവനങ്ങ് റിലീസ് ചെയ്യണേ. പോട്ടാ. ഓക്കേ, എല്ലാവരും അങ്ങ് താഴെ പോയി കിടക്കുക കേട്ടോ. ദേ ഒരാൾ. ഇവരൊക്കെ സൈസായി വരുമ്പോൾ അടിപൊളിയായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇവർക്ക് എയർ ഇട്ട് കൊടുക്കാം. ദേ മുകളിലോട്ട് നോക്കിക്കുക, എല്ലാവരും മുകളിൽ കിടന്ന് ഓടുക. ഇനി എയറും കൂടി ഇട്ട് കൊടുത്താൽ അതും ഓക്കെ. ഓക്കെ, നൈസ്. ഇപ്പം മമ്മി ഉണ്ടായിരുന്നെങ്കിൽ എന്നെ നിധി ഓട്ടിച്ചേനെ ഈ സമയത്ത് ഇവിടെ ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിധി? ന്യൂസിലാൻഡിൽ ഇരുന്ന വീഡിയോ കാണുമ്പോൾ മിക്കവാറും വിളിക്കാൻ ചാൻസ് ഉണ്ട്. ഏകദേശം നമ്മളെ പണികളെല്ലാം കഴിഞ്ഞ കേട്ടോ. കഴിഞ്ഞപ്പോൾ എത്ര മണിയായി നിധി? ഇൻട്രോയും കാര്യങ്ങളൊക്കെ വേറൊരു ദിവസം രാവിലെ ആയിരിക്കും കേട്ടോ എടുത്തേക്കുന്നത്. അതായത് നമ്മൾ ഈ വീഡിയോ എടുത്തേക്കുന്നതിൻ്റെ പിറ്റേ ദിവസം, അതിൻ്റെ പിറ്റേ ദിവസമാണ് നമ്മൾ രാവിലത്തെ ഒരു സാധനം കൊണ്ടുവരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂസ് വീഡിയോ ആണ്. കാരണം നിങ്ങൾക്ക് വെറുതെ ബോർ അടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളെല്ലാം കൂടി ഒരുമിച്ച് ചെയ്യുന്നത്. സ്കിപ്പ് ചെയ്യാതെ നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒരുപാട് കഷ്ടപ്പാടൊക്കെ കാണുന്നില്ലേ നിങ്ങൾ? ഈ രാത്രിയുടെ സമയം 2 മണി കണ്ടോ, 2 മണി വരെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യുന്നതല്ലേ. അപ്പം അതൊക്കെ കണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഓക്കെ, അപ്പോൾ ദേ സമയം വന്നിട്ട് 8:11 കേട്ടോ. നമ്മൾ കൂട്ടിൻ്റെ അകത്തോട്ട് കയറിയിട്ടുണ്ട്. അപ്പം ഞാനും ഉണ്ട്, നിധിയും ഉണ്ട്. അപ്പോൾ നമ്മൾ എന്തിനാണ് കൂട്ടിനകത്ത് വന്നേക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആദ്യം ഞാൻ ഇവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് റൗണ്ട് ചെയ്ത് നോക്കട്ടെ. ആർക്കും വേറെ കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കൂട്ടി കയറുമ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ ഏതെങ്കിലും ഒരു പെറ്റ്സിനെ എന്തെങ്കിലുമൊക്കെ വന്നിരിക്കുകയായിരിക്കും. നമ്മുടെ ശ്രദ്ധക്കുറവ് കാരണം അത് നമുക്ക് നഷ്ടമാകും. എലി നിധി ആ ചട്ടിയുടെ അവിടെ കയറിയിരിക്കണം. എവിടെ പോയി? അപ്പുറ സൈഡ് നില്ലേ, അവിടെ നിന്ന് ഇങ്ങോട്ട് ഒട്ടിക്ക്.
ആ അതെങ്ങനെ വെളിയിൽ ചാടി? ഇതിൻ്റെ ഇടയ്ക്ക് പോലെ ഗ്യാപ്പ് ഇല്ല. ഇല്ല. നമ്മൾ പുതിയൊരു എലിയും കൂടി മേടിച്ചായിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു ഷോർട്സ് നമ്മളെ ചാനലിൽ വന്നിട്ടുണ്ട്. നമ്മളെന്താ കൊണ്ടുവന്നതെന്ന് ഞാൻ കാണിച്ചു തരാവേ. വെയിറ്റ്. ഇത് ആക്ച്വലി ചെറിയൊരു പണി കിട്ടിയാണ് നമുക്ക് കൊറിയർ വന്നത്. നോക്കട്ടെ എത്രത്തോളം സേഫായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന്. ഓ എല്ലാം വെളിയിൽ പോയായിരുന്നു കേട്ടോ. വേംസ് ആണേ, നിറച്ച് ഉറുമ്പ് കയറി കേട്ടോ. കൊറിയർ വന്ന സ്ഥലത്ത് തന്നെ പറഞ്ഞു ഇത് മൊത്തം ഉറുമ്പ് കയറിയെന്ന്. അപ്പോൾ ചത്തതൊക്കെ മാറ്റട്ടെ, ജീവനുള്ളതൊക്കെ മാറ്റട്ടെ. ജീവനുള്ളത് നമുക്ക് നാളെ കൊടുക്കാം, ചത്തതാണെങ്കിൽ ഇന്ന് നമുക്ക് കാടക്കോഴികൾ കൊടുക്കാം. അവർ ഓടി നടന്ന് കഴിച്ചോളും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കൊടുത്തതിന് ശേഷം കാണാവേ. ഏകദേശം അരമണിക്കൂറിൻ്റെ കഷ്ടപ്പാട് വെച്ച് നമ്മൾ സെപ്പറേറ്റഡ് ആക്കി കേട്ടോ. സെപ്പറേറ്റ് ആക്കി ഞാൻ കാണിച്ചു തരാം. ഇതേ ഇതിൻ്റെ അകത്തുള്ളത് നമുക്ക് ജീവനുള്ളതാണ് കേട്ടോ. ഇതേ എല്ലാവരും അനങ്ങുന്ന കണ്ടോ. ഇതേ ഇതിൻ്റെ അകത്തെല്ലാം നമുക്ക് ഡെഡായതാണ്. ഉറുമ്പ് കണ്ടോ, ഉറുമ്പ് ഇപ്പോഴേ ചുറ്റിനും പോകുന്നുണ്ട്. അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ എവിടെയോ നമുക്ക് പണി കിട്ടി, മൊത്തം ഉറുമ്പ് കയറി. ഏകദേശം ഒരു 10-300 വേംസിനെ നമ്മൾ ബുക്ക് ചെയ്തതായിരുന്നു. പക്ഷെ നമുക്ക് കിട്ടിയതാകെ ഇത്രയേ ഉള്ളൂ. അതും കുറേയൊക്കെ നമുക്ക് ഡെഡുമായി. കുഴപ്പമില്ല, ഡെഡായത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഇതിന് നമുക്ക് സെപ്പറേറ്റ് ഇടണം കേട്ടോ. അതായത് ജീവനുള്ളത് നമുക്ക് സെപ്പറേറ്റ് ഇടണം, ജീവനില്ലാത്തത് നാളെ തന്നെ കൊടുക്കുന്നത് നമ്മളെ കോക്ടെയിൽസിനായിരിക്കും. കോക്ടെയിൽസ് പെട്ടെന്ന് എഗ്ഗ് പ്രൊഡക്ഷൻ നടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് കുറച്ച് ഹെൽത്തിന് ഓക്കെ ആകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ ഒരു പരീക്ഷണം പോലെ മേടിച്ചതായിരുന്നു. ഇത് സക്സസ് ആവുന്നുണ്ടെങ്കിൽ നമുക്കൊരു 1000 ക്വാണ്ടിറ്റി ഒരുമിച്ച് മേടിച്ച് ഇവർക്ക് ഒരുമിച്ച് ഇവിടെ തട്ടി കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ എന്തായാലും നാളെ രാവിലെ കാണാം കേട്ടോ. നാളെ രാവിലെ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണാം, ഞാൻ കാണിച്ചാൽ എങ്ങനെ കൊടുക്കാൻ വേണ്ടി പോകുന്നതെന്ന്. പിറ്റേ ദിവസം രാവിലെയായി അവർക്കൊക്കെ ഫുഡ് കൊടുത്തു. ഇതേ നമ്മൾ വോംസിനെ നമ്മൾ വെളിയിലെടുത്ത കേട്ടോ. അപ്പോൾ ഇതാണ് നമുക്ക് ഡെഡായ വോംസ്. ഡെഡായത് നമുക്ക് നമ്മളെ കോക്ടെയിൽസിന് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ ബാക്കിയുള്ള നമ്മളെ വോംസ് കേട്ടോ. 2-3 നമുക്ക് ഡെഡായിട്ട് ഇരിപ്പുണ്ടെങ്കിലും ബാക്കിയൊന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ 2 ദിവസം കഴിയുമ്പോൾ ഇതും കൂടി ഇവിടെ എല്ലാം തട്ടി കൊടുക്കാം, അല്ലെങ്കിൽ കോക്ടെയിൽസിന് തന്നെ കൊടുക്കാം. ഓക്കെ, ദേ നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഞാൻ എടുത്തതല്ല, നമ്മുടെ സബ്സ്ക്രൈബർ എടുക്കാൻ കേട്ടോ. അതെ, ഈ കാണുന്ന ഫിഷിനെ നമ്മൾ ഗിഫ്റ്റായിട്ട് നമ്മൾ സബ്സ്ക്രൈബറിന് കൊടുത്തു. എങ്ങനെയാണെന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ ചാനലിൽ ഒരു ഗിവ് അവേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനൊരു വിന്നറെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നെ ഡയറക്റ്റ് കോൺടാക്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് അവർക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടി പറ്റിയില്ല. കാരണം അവരുടെ ലൊക്കേഷൻ വരുന്നത് പാലക്കാടായിരുന്നു. നമുക്ക് ഇത്രയും ദൂരം അയച്ചു കൊടുത്താൽ നമ്മുടെ ഫിഷസ് ഡെഡ് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്തുള്ള നിയർ ബൈ ഒരു ഷോപ്പിനെ ഞാൻ കോൺടാക്റ്റ് ചെയ്തു. അവരുടെ അടുത്ത് പറഞ്ഞു ഇതേപോലെ ഫിഷസ് വേണമെന്ന്. അവിടെയുള്ള ഏറ്റവും ബിഗ് സൈസ് കോഴിക്കാർപ്പിനെ നോക്കി നമ്മൾ എടുത്തത്. ഒരു പെയറാണ് നമ്മൾ ഗിവ് അവേ ആയിട്ട് തരാമെന്ന് പറഞ്ഞിരുന്നത്. പക്ഷെ അതിന് പകരം നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നതിന് ട്രാൻസ്പോർട്ടേഷൻ ഫീ കൂടി ഉൾപ്പെടെ നമ്മൾ 2 പെയറായിട്ടാണ് കേട്ടോ അവർക്ക് വാങ്ങിച്ചു കൊടുത്തേക്കുന്നത്. അപ്പം അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. അടിപൊളി അല്ലേ? ഇതേ അവരെയൊക്കെ ഈ ടാങ്കിലോട്ട് റിലീസ് ചെയ്തു. അവർ നല്ല അടിപൊളിയായിട്ട് ആക്റ്റീവായിട്ട് ഇരിക്കണം കേട്ടോ. ഇതേ നമ്മൾ കബൂത്തയും ഉണ്ട്, നമ്മൾ നോർമൽ കോയും ഉണ്ട്. നമ്മുടെ ഷോപ്പിൽ ഏതാണോ ഉണ്ടായിരുന്നത് അത് വാങ്ങിച്ചു അവർക്ക് കൊടുത്തു. ഏറ്റവും ബിഗ് സൈസിനെ കൊടുത്തിട്ടുണ്ട്. മഴ പെയ്യുന്നത് കൊണ്ട് ഇനിയിപ്പോൾ ആ ഷീറ്റ് എടുത്ത് നമുക്ക് മൂടണം. അവന് എന്താ പറ്റിയെന്നൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നെ കാണിച്ചു കേട്ടോ. അത് കുറേ പറയാനൊക്കെ ഉണ്ട്, അത് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഫുൾ വീഡിയോ കണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി വീഡിയോ ഇനി വരുന്നുണ്ട്. അതെന്താണെന്നുള്ളത് ഒരു ക്ലൂ ഞാൻ ഇതിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാം. പിന്നെ അത് ആ ടാങ്ക് ക്ലീൻ ആക്കി പുതിയ കുറച്ച് പേർ ആഡ് ചെയ്തിട്ടിട്ടുണ്ട്, അതിൻ്റെ വീഡിയോ വരാനുണ്ട്. പിന്നെ ഇതിൻ്റെത് ഓക്കെ. അപ്പോൾ പറഞ്ഞു വന്നാൽ ഒരുപാട് വരാനുണ്ട്. അപ്പോൾ ഇടയ്ക്ക് 2 ദിവസം എനിക്ക് വീഡിയോ ഇടാൻ വേണ്ടി പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കിലായിപ്പോയി, സ്ഥലത്തില്ലായിരുന്നു, അതുകൊണ്ടായിരുന്നു.
അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇത്രയും നേരം ഇരുന്ന് കണ്ടതിന് ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം. മഴ കാരണം എനിക്ക് വേറെ ഒന്നും കാണിച്ചാൽ നിവൃത്തിയില്ല. അകത്തോട്ട് കയറാൻ പറ്റാത്ത വെച്ചാൽ അകത്ത് നിങ്ങളെ ഇതുവരെ കാണിക്കാത്ത പുതിയ കുറച്ച് ആൾക്കാരെ കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാണിച്ച സസ്പെൻസ് പോവും. വേറൊരു വീഡിയോയിൽ കാണിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ. അപ്പോൾ അടുത്തൊരു വീഡിയോ വേണ്ടി കാണാം. അപ്പോൾ അതുവരെ ബൈ 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 നിധി ബൈ. അപ്പോൾ അതെ നമ്മുടെ മോൺസ്റ്റർ ഫിഷസ് എന്താ പറ്റിയത് എന്താ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോ വരും. നമ്മുടെ മോൺസ്റ്റർ ഫിഷിനെ പർച്ചേസ് ചെയ്ത വീഡിയോയിൽ എന്തെങ്കിലും കാണിക്കാം. ഓക്കെ.